ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പലർക്കും ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്. വേറൊന്നുമല്ല, കേരള സ്റ്റോറി 2നെ കുറിച്ചാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത്. ഞാൻ ഇനി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് വെച്ചതാണ്. അപ്പോഴാണ് ഈ സിനിമ കണ്ട ഒരു കുലസ്ത്രീയും കുറച്ച് കുലപുരുഷന്മാരും ഈ സിനിമയെ കുറിച്ച് അങ്ങ് പൊക്കി പറയുന്നത് തള്ളലി എമ്മാതിരി തള്ളലാന്നറിയാം ഈ സിനിമയെ കുറിച്ച്. അപ്പൊ ആ തള്ളല് കേട്ടപ്പം ഞാൻ ഉറപ്പിച്ച് ഈ സിനിമയെ കുറിച്ച് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യണമെന്ന്. ഈ സിനിമ നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും ഈ സിനിമ കണ്ട ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലൊരു അഴുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഈ ലോകത്തിൽ ഇതുവരെ ഇറങ്ങിയില്ല എന്ന് കണ്ടവരൊക്കെ പറയുന്നത്. പക്ഷെ ഈ കുറച്ച് കുലസ്ത്രീമാർക്കും കുലപുരുഷന്മാർക്കും ഈ സിനിമ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കെല്ലാം അറിയാലോ. എന്താണ് നമുക്ക് ആദ്യം തന്നെ ഈ കുലസ്ത്രീയും കുലപുരുഷന്മാരും ഈ സിനിമയെ കുറിച്ച് എന്ത് അഭിപ്രായം എന്ന് പറഞ്ഞു കേട്ടിട്ട് വന്നാലോ. അതിനുശേഷം നമ്മൾ അശ്വന്ത് കോക്ക് ഈ സിനിമയില്ല എടുത്ത് കൊടഞ്ഞ് വാരി വേലിച്ച് ചാടുന്നുണ്ട്. നമുക്കായും തന്നെ കുലസ്ത്രീ കുലപുരുഷന്മാരുടെ ഡയലോഗ് ആക്കാം. അതിനുശേഷം നമ്മളെ കോക്കിന്റെ വലിച്ചു വാരി എറിയലും കാണാം. കേരള സ്റ്റോറി ഒന്നോ രണ്ടോ മലയാളം ക്യാരക്ടേഴ്സ് ഉള്ളതെന്നേ ഉള്ളൂ. അതിന്റെ പിറകിൽ ഒരു വലിയ ഹിഡൻ അജണ്ട ഉണ്ട്. അത് ശ്രദ്ധിക്കാണ്ട് കേരളം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നും പടം കണ്ടിട്ടുണ്ടോ? ചെന്ന് കാണും. അല്ല, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വിവാദങ്ങൾ നോക്കണ്ട. കേരള സ്റ്റോറി 2 നല്ലതാണ്. കേരള സ്റ്റോറിയിൽ മലയാളികൾ ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ വേറെ പ്രൊപ്പഗൻഡയിലേക്ക് നമ്മൾ തിരിക്കേണ്ട കാര്യമില്ല. കേരളത്തിനെതിരായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഫസ്റ്റ് പാർട്ട് പോലെയല്ല സെക്കൻഡ് പാർട്ട്. കുറെ കാര്യങ്ങൾ കണ്ടുവച്ചിട്ടാക്കരുത്. എല്ലാവരും അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്പെക്ട് ചെയ്ത് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ടോട് മുന്നോട്ട് പോകുക. വിവാദങ്ങളല്ല, എല്ലാവരും കണ്ടുവന്ന് ജീവിക്കുക, അവനവന്റെ ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുക. ഇത് വളരെ കാണേണ്ട സിനിമയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പെൺകുട്ടികൾ, ടീനേജ് കുട്ടികൾ കാണേണ്ട സിനിമയാണ്. ഇത്തരം ലവ് ജുഹാദുകൾ കേരളത്തിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് കേരളത്തെ ഒരിക്കലും മോശപ്പെടുത്തുന്ന സമയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ പാർട്ടികളും ഒഴിച്ചുപുറത്തുകയല്ല, BJP ഉൾപ്പെടെയുള്ള പാർട്ടികളും പല അവസരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാണ്ട്. ന്യൂനപക്ഷം എന്ന വ്യാജാണ് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇത് പക്ക പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ് തുറന്നു കാട്ടുന്നത്, അല്ല വേറെ ഒന്നുമല്ല. വിവാദത്തിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് വിവാദം വെറുതെ കേരളത്തിന് പറയുന്നത്. കാരണം ഈ സിനിമയിൽ കേരളം മാത്രമല്ല കാണിക്കുന്നത്, കേരളവും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇറങ്ങിയ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട്, അതിന്റെ കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഒരു സിനിമയുടെ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള കാര്യമാണെന്നും തള്ളാതിരിക്കാനും ഒക്കെ അഭിപ്രായം ഉണ്ടല്ലോ. സിനിമയുടെ വിവാദങ്ങളൊക്കെ വെറുതെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു മതത്തിനെതിരെ ഉള്ള ഒരു ആക്രോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കുലസ്ത്രീയും കുലപുരുഷന്മാരും. ഈ സിനിമ ഇറങ്ങിയത് കൊണ്ടിട്ടില്ല, മലയാളികൾക്ക് ഒരു കാര്യം മനസ്സിലായി. മലയാളികളെ ഒറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി. എന്തായാലും നമുക്കിനിടില്ല, മലയാളിയുടെ വണ്ണന്നുള്ളി അശ്വന്ത് കോക്ക് ഈ സിനിമ വലിച്ചു വാരി എറിയുന്നത് കണ്ടിട്ട് വന്നാലോ. ഞാൻ ആ കോക്ക് ചെയ്ത റിവ്യൂയുടെ മൊത്തം ഭാഗമൊന്നും കാണിക്കുന്നില്ല. കുറച്ച് പ്രസക്തമായ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ചിരിച്ച് പണ്ടടങ്ങുന്ന അത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു കാര്യം വീണ്ടും എനിക്ക് മെൻഷൻ ചെയ്യാൻ തോന്നുന്നത്, നിങ്ങൾ ഇതിന്റെ കേരള സ്റ്റോറിയുടെ ടൈറ്റിൽ ഡിസൈൻ ചെയ്ത സമയത്ത് അതിന് യൂസ് ചെയ്ത കളർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരള എന്നുള്ളത് പച്ചൽ എഴുതിയിരിക്കുന്നത്. റിപ്പീറ്റ്, പച്ചൽ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കേരളത്തിന്റെ ഹരിതാറും പച്ചപ്പും കണ്ടിട്ട് ഒരു പച്ചൽ എഴുതിയല്ല. അതായത് പാകിസ്ഥാന്റെ പച്ച, പാകിസ്ഥാന്റെ കൊടിയിലെ പച്ച. പണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രചാരണത്തിന് വന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടിട്ട് നോർത്തിൽ മൊത്തം പാകിസ്ഥാന്റെ കൊടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം പച്ച. ആ ഒരു സാധനം വെച്ചിട്ടാണ് ഇവർ അതിന് പച്ചക്കളർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിഷം, ഇവരുടെ ഉള്ളിലെ വിഷം, ഇവരുടെ പ്രൊപ്പഗാൻഡ ലെവലിൽ എത്രത്തോളം ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിന് എന്തിന് കേരള സ്റ്റോറി എന്ന് പേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി വെച്ചിരിക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലുടനീളം സംഭവിക്കുന്നുണ്ട് എന്നുള്ള പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് കേരള സ്റ്റോറി എന്നുള്ള പേരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ആദ്യത്തെ സിനിമ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത്രയും കൺവേർഷൻസ് നടക്കുന്നുണ്ട്, ഇവിടെ മൊത്തം ഇവിടുത്തെ മുസ്ലിംസ് മൊത്തം തീവ്രവാദികളാണ്, ഇവരെ പരിപാടി ഇതാണ്, അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ഒരു പെൺകുട്ടിയെ, അത് ഗെയിം നായർ, ഇപ്പൊ കേരളത്തിലാണ് നായരായിരിക്കുന്നത്. ഈ സംഗീതത്തിൽ പ്രത്യേകത ഉണ്ട്. അവരെല്ലാ ഹിന്ദുക്കളെ കാണുന്നില്ല. അവർ ദളിതരെയും അതുപോലെ ഈ പിന്നോക്ക ജാതി എന്ന് നമ്മൾ റിസർവ്ഡ് ആയിട്ട് പറയുന്ന ആളുകളെന്ന് അവർ ഹിന്ദുക്കളെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ട് നായരെന്നേ ഇടുള്ളൂ. അപ്പം ഇഡ്ഡലി ദശ ചട്നിയൊക്കെ കഴിയുന്ന പിന്നെ നാരുട്ടിയായിട്ട് ഇവരൊന്നും പേരും ഈ ടെക്നീഷ്യൻസിന്റെ പേരും ഈ ഇത്രയും എന്താ പറയാ ഇത്രയും പോയിസണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സിനിമ എടുത്ത ആളെ എഴുതിയ ആളെ പേരും ഡയറക്ടറെ പേരും മാങ്ങാത്തിൽ ഞാൻ പറയുന്നില്ല. അതിനുള്ള പ്രസക്തിയില്ല. കാരണം അവർ റെപ്രസെന്റേറ്റീവ്സാണ്, ഈ രാജ്യത്തുള്ള അത്രയും ഹീനമായിട്ടുള്ള പിന്നെ ആളുകളുടെ റെപ്രസെന്റേറ്റീവ്സാണ്. അപ്പോൾ ഇതിലെ ആക്ടേഴ്സിനെ ഞാൻ പറയുന്നില്ല, മേക്കേഴ്സിനെയും പറയാം. അപ്പൊ എന്തുമാത്രം പ്രൊപ്പഗാൻഡ അറിയാം ഇതിലൂടെ ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിഷത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 3 ഹിന്ദു പെൺകുട്ടികൾ, ഓക്കെ. അപ്പൊ 3 ആളെ ട്രൈപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന 3 മുസ്ലിം യുവാക്കൾ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി ഒരു സിനിമ അങ്ങനത്തെ കഥ വേണമല്ലോ. അതിന്റെ സ്ക്രിപ്റ്റിനകത്ത് 3 വ്യത്യസ്തമായിട്ടുള്ള പെൺകുട്ടികൾ, അതിലൊന്ന് മലയാളി, ഞാൻ പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്തുള്ള നായർകുട്ടി, പിന്നെ 2 പെൺകുട്ടികൾ വേറെ സംസ്ഥാനത്ത്, പിന്നെ നോർത്തിലുള്ളവർ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് കൺവേർഷൻ നടത്തുന്ന ഇന്ത്യ പൂറ എന്താക്കണം ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റണം എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ 3 യുവാക്കൾ, മുസ്ലിം യുവാക്കൾ. അപ്പൊ അവരെയും അങ്ങനെ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ സ്പോയിലറും ഇതൊക്കെ പറയും. കാരണം ഈ സിനിമ എല്ലാവർക്കും പോയി കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാവരും കാണേണ്ട കാര്യമില്ല. ഇത് തള്ളിക്കറേണ്ട സാധനമാണ്. ബീങ് റിവ്യൂവർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ സാധനം പോയി കണ്ടത്. കാരണം ഇത്രയും സിനിമ സകല തിട്ടപ്പടങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഞാൻ ഈ ഒരു സാധനം, ഈ ചാണാക്കുഴി സാധനം എന്തായാലും കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയണല്ലോ, നാളെ അറിയേണ്ടതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ പണ്ടും പോയി കണ്ടത്. അല്ല വേറെ ഇതിന്റെ പുറകിൽ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ സംസാരിക്കുന്നത് സിനിമ കണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഒരു സാധനം ഒരു പ്ലോട്ട് സെറ്റ് വെച്ചേക്കാം. 3 ഹിന്ദു പെൺകുട്ടികൾ, 3
മുസ്ലിം യുവാക്കൾ. അപ്പോൾ ഇവർക്ക് മൂന്ന് തരത്തിലുള്ള ഫ്ലേവേഴ്സ് കൊടുത്ത് ഒന്ന് ഒരു സിവിൽ സർവീസിനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ആണ് മലയാളി പെൺകുട്ടി. മറ്റൊരു കുട്ടിക്ക് റീൽസ് എടുക്കണം, കുറേ ഫോളോവേഴ്സ് വേണം, പൈസ ഉണ്ടാക്കണം. ആ ഒരു ടിപ്പിക്കൽ ഒരു കണ്ടംപററി ഒരു പെൺകുട്ടി, അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഉള്ള ഒരു പെൺകുട്ടി റീൽസ് എടുത്തിട്ട്. മൂന്നാമത്തെ പെൺകുട്ടി ഒരു വേറെ കാറ്റഗറി പിടിക്കണമല്ലോ. അപ്പോൾ അവള് സ്പോർട്സിൽ മറ്റേ അറിയുന്ന ജാവലിൻ ത്രോ അറിയുന്ന കുട്ടി. അവളെ ദളിതമാണ്. അപ്പോൾ എല്ലാ തരത്തിലും റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇപ്പൊ ഇവരിരുന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ദളിതിനെ റെപ്രസെന്റ് ചെയ്തതാണ്. ഏത് സംഖ്യകളാണ് ദളിതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് മറ്റേതാക്കാൻ പോകുന്നത്. ഇവർ ആദ്യം നോർത്തിൽ അടിച്ചു വന്നോണ്ടിരിക്കുന്നവര് ആദ്യം കൊല്ലുവരെയാ. ഓണർ കില്ലിങ്, ഒരു താഴ്ന്ന മീൻസ് അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാന്ന് പറയും. താഴ്ന്ന പറയാം ഒന്നാ പറഞ്ഞ ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സെക്കൻഡ് ഈ പറഞ്ഞ സോക്കോൾഡ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം വേണ്ടി തയ്യാറാക്കാൻ വൈസ് വേഴ്സാണ്. അവിടെ ഓണർ കില്ലിങ് നടത്തും. ഇവർ അംഗീകരിച്ചിട്ടില്ല. RSSും സംഘപരിവാറൊന്നും അംഗീകരിച്ചിട്ടില്ല ദളിത ഹിന്ദുക്കളായിട്ട്. അപ്പൊ അതിന് വിഷയത്തിന് മാറിയിട്ട് ഞാൻ പറയുന്നില്ല. ഇനി പേഴ്സണലി ഞാൻ പറയാം, എല്ലാ മതത്തിലും വൃത്തിയുടെ ആൾക്കാരുണ്ട്, എല്ലാ പ്രൊഫഷനിലും വൃത്തിയുടെ ആൾക്കാരുണ്ട്, എല്ലാ നാട്ടിലും വൃത്തിയുടെ ആൾക്കാരുണ്ട്, എല്ലാ റീസിലും വൃത്തിയുടെ ആൾക്കാരുണ്ട്, എല്ലാ റിലീജിയനിലും വൃത്തിയുടെ ആൾക്കാരുണ്ട്, എല്ലാ രാജ്യത്തും വൃത്തിയുടെ ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രൊപ്പഗാൻഡ സിനിമ എടുക്കുന്ന സമയത്ത് ഇവർ നൽകുന്ന നെറേറ്റീവ് എന്താണ്? ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രൊപ്പഗാൻഡ ഇവരെങ്ങനെയാണ് ഇവർ വിഷം കുത്തിവെക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അവർ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഇതിലുള്ള ഹിന്ദു പെൺകുട്ടികളും അവർ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ പാരന്റ്സും വളരെ നല്ല മനുഷ്യരും വളരെ നല്ല കുട്ടികളും, ഈ മുസ്ലിം യുവാക്കളും അവരുടെ പാരന്റ്സും അവരുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ഇത്രയും അതായത് മൃഗതുല്യരായ മനുഷ്യർ ആണ് ചിത്രീകരിക്കുക. അപ്പൊ അങ്ങനെ ഡിസ്പാരിറ്റി, അങ്ങനെ ഡ്യുവാലിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് തമ്മിലടിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത് പ്രൊപ്പഗാൻഡ. അതിന് ഇവർ പല സംഭവങ്ങളുണ്ട്. ഇവർക്ക് റിലീജിയസ് ആയിട്ട് ഇത് വെച്ചിട്ട് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സെൻസർ ബോർഡ് ഇതിനൊക്കെ ഇത് കൊടുക്കുന്നത് എങ്ങനെയാ? ഒരു നാട്ടിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞുള്ള സിനിമ, എന്നിട്ട് അതിന് കേരള സ്റ്റോറി പേരിടുക, എന്നിട്ട് ഒരു നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കുക. ഇത് പുറത്തുള്ള ആൾക്കാർ കാണുന്ന അവസ്ഥ എന്താ? കേരളത്തിൽ ഇത് അവസ്ഥ വിചാരിക്കില്ല. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അവിടുത്തെ ഡൗൺ റോഡൻസും വിദ്യാഭ്യാസത്തിലെ ആൾക്കാരൊന്നുമല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരാ. ഇന്ന് ഞാൻ കണ്ട തിയേറ്ററിൽ വന്നിരിക്കുന്ന ഇഷ്ടം പോലെ ഒക്യുപ്പൻസ് ഉണ്ട്. വന്നിരിക്കുന്നതൊക്കെ ഈ അപ്പർ ഹിന്ദു ഇതിലുള്ള ആൾക്കാരാ. നോർത്തിലെ അവർ വന്നിരുന്ന് പോപ്കോൺ തന്നിരുന്നത് കാണാൻ അവർക്ക് വികാരമുണ്ട്. അവർ കാണുന്ന സമയത്ത് അവർ ഫാമിലി ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന സ്ഥലം, ഈ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു തീവ്രവാദി സംഘടന കേന്ദ്രമാണെന്നും അപ്പൊ എന്ത് തോന്നിയ അവർ പറഞ്ഞു വരുന്ന ആലോചിച്ച് നോക്കി. ഇത് കണ്ടിട്ട് ഹിന്ദു ഉണർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലെ ആളുകളെ കുറിച്ചെല്ലാം പറയുന്നത് നോർത്തിലുള്ള ആളുകൾക്ക് ഇത് ഉണർന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടിട്ട്. അപ്പം നമ്മളെ അവസ്ഥ അറിയാലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള പലതരത്തിലുള്ള യോജിപ്പുകളുണ്ടാവും. LDF UDF നമ്മുടെ ഡെയിലി പ്രശ്നം. പക്ഷെ ഇവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ചു വന്നിട്ടില്ലേ? രണ്ട് ഘടകകക്ഷി ഒന്നിച്ചു വന്നിട്ടില്ലേ? നിപ്പ വന്നപ്പോൾ വന്നിട്ടില്ലേ? പ്രളയം വന്നപ്പോൾ വന്നിട്ടില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? വയനാട് ഉൾപ്പെട്ടുണ്ടായില്ലേ? ഒരുമിച്ചല്ലേ മനുഷ്യന്മാർ ഇറങ്ങിപ്പോയത്? ഇവിടെ ഒരു റോഡ് ആക്സിഡന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ട് മണ്ണാർക്കാട് കണ്ട വീഡിയോ കണ്ടില്ലേ? അത് എസ്റ്റിംഗ്വിഷർ അടിച്ച് ആരേതാ നമുക്കറിയാവോ? ഏത് മതത്തിൽപ്പെട്ട ആളാണ്, ഏത് ജാതിപ്പെട്ട ആളാണ് വന്നിട്ടാണോ? അതാണ് നമ്മുടെ നാടാണ്. നമ്മുടെ നാടിന് ഒരു ബ്ലഡ് ഉണ്ട് സാധനം. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെ മാറ്റിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. ഇവർക്ക് വേറെ പരിപാടി പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഇല്ലാണ്ട് കേരള സ്റ്റോറി പറഞ്ഞ സിനിമ എടുക്കുന്നത് അത് ഭയങ്കര പ്രശ്നം. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവർ നാളെ ഓൾറെഡി ബീഫ് കഴിച്ച് മറ്റേത് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നുണ്ട്. മുസ്ലിംസിന്റെ നോർത്തിൽ ഇതെല്ലാം തല്ലിക്കൊല്ലുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിറങ്ങുന്ന ഒരാൾക്ക് എന്ത് വികാരം? അങ്ങനെയാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, ഈ കുട്ടി, ഈ ജാവലിൻ ത്രോയിന്റെ കുട്ടി മാത്രം രക്ഷപ്പെടുന്നില്ല. അത് അപ്പോ അവസാനം ശിവശംഭു ഹരഹര മഹാദേവ അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റ് അതായത് മുസ്ലിംസിനെതിരെ മറ്റേ ബുൾഡോസറും JCBയിലും വെച്ചിട്ട് തകർക്കുക മൊത്തം. അതായത് ഇവർ പാടില്ല, ഇവർ ഇന്ത്യയിലെ പാടില്ല, ഭൂമുഖത്തെ പാടില്ല. അങ്ങനെ ഉണ്ടോ? നിങ്ങളെ കേരളത്തിലെ പോട്ടെ, അല്ല നോർത്തിലെ പോട്ടെ, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ നമുക്കറിയാലോ. അങ്ങനെയുണ്ട് മുസ്ലിംസ്. ഫുള്ള് തീവ്രവാദികള്, ഫുള്ള് പ്രശ്നക്കാര്, ഫുള്ള് വിഷം, ഫുള്ള് പെൺകുട്ടികളെ കൺവേർഷൻ. ഇത് എവിടുത്തെ ഏത് കേരള സ്റ്റോറി? എന്ത് തേങ്ങയാണ്? എന്താ അങ്ങനെ പേരിട്ടത്? എനിക്ക് മനസ്സിലായില്ല. ഇതിന് മറ്റേ ബീഫിന്റെ സീൻ എന്ത് സീൻ? അതിലെന്താ അവർ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലുള്ള ഹിന്ദുക്കളൊന്നും ബീഫ് കഴിക്കൂല, നോർത്തിൽ കഴിക്കൂലായിരിക്കും. ചിലപ്പം അവർ കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവരത് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് പരസ്യമായിട്ട് കഴിക്കാൻ മടി വരും. നമ്മളെ വേണം ബീഫ് കച്ചയം പറഞ്ഞ് കഴിക്കൂലേ? നമ്മളെ ബീഫ് കഴിക്കൂലേ? ഇവിടെ ആ ബീഫ് കഴിക്കാതെ എത്ര ഹിന്ദുക്കളിലൂടെ. അപ്പൊ ഇതൊന്നും പരിപാടിയൊന്നും നിങ്ങളുടെ പരിപാടി നിങ്ങൾ നോർത്തിലൂടെ നടത്തിക്കൂടാ. ഇവിടെ സഹാ പിണറായി പറഞ്ഞ പോലെ കടക്ക് പുറത്ത് ഇവിടെ നടക്കും നിങ്ങളുടെ പരിപാടി. ഇത് ഞാൻ സിനിമയെ അടിസ്ഥാനപ്പെടുത്തി ഇത്രയും പൊളിറ്റിക്കലായിട്ട് ഞാൻ സാധനം സംസാരിക്കാറില്ല. പക്ഷെ വളരെ മോശം. പിന്നെ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ പറയുകയാണെങ്കിൽ നല്ല അസല് സീരിയൽ, കണ്ണീർ നാടകം. അച്ഛൻ കരയുന്നു, അമ്മ കരയുന്നു, അച്ഛ അമ്മേ പറഞ്ഞിട്ട് പിന്നെ മകള് കരയുന്നു, ഒരുത്തി പിന്നെ കിടന്ന് നിരങ്ങുന്നു, വേറൊരുത്തി കരഞ്ഞ് മൊട്ടയച്ചെന്ത് കാണിക്കുന്നു. അങ്ങനെ സിനിമ നിലയ്ക്ക് നാധി നാടകീയത, കുറെ സെന്റിപ്പാട്ടും കുറെ മറ്റേ ഗ്രൂപ്പ് ഡാൻസും നാടോടി നൃത്തവും ഇതൊക്കെയാണ് സിനിമ നിലയ്ക്ക്. കരഞ്ഞ് നിലത്ത് കിടന്ന് ഉരുള് എന്തൊക്കെയാ കാണിക്കുക. അങ്ങനെ മൊത്തത്തില്
വെറുതെ കേട്ടൊരു സിനിമ. കേട്ടല്ല, ഇതിനപ്പുറം ഒരു അഭിപ്രായം ആരും പറയാനില്ല. അഴുക്ക സിനിമ എന്ന് പറഞ്ഞാല് അഴുക്കിന്റെ മുകളിൽ അഴുക്ക സിനിമ. ഈ സിനിമയുണ്ടല്ല, ഡൽഹിയിൽ യുപിയില് മാലിന്യക്കുമാരില്ലേ, അവിടെ കൊണ്ടുപോയിടണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ഉത്തരേന്ത്യ ഇതുപോലത്തെ അഴുക്ക സിനിമ എടുക്കുന്ന ടീമിനോടാണ്. നിങ്ങൾ എന്ത് വൃത്തിയായിട്ട സിനിമ എടുത്തോ, പക്ഷെ അതിന്റെ ഒന്നും മുന്നിൽ കേരളം ദയവ് ചെയ്തിട്ടില്ലേ. കാരണം കേരളം ഉണ്ടല്ല, നിങ്ങൾ ഉത്തരേന്ത്യ സംഖ്യക്ക് കൂട്ടിയാ കൂടാത്ത സ്ഥലമാണ്. അത് നിങ്ങൾക്ക് ഇന്നലെയും മനസ്സിലായതാണ്, ഇന്നും മനസ്സിലായതാണ്. ഇനി നാളെ ഉണ്ടല്ല, നാളെയും നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ എത്ര തലകുത്തി മാറിഞ്ഞാലും എന്തൊക്കെ കളിച്ചാലും കേരളത്തിന് ഒരു മണ്ണും പുണ്ണാക്കും ചെയ്യാൻ നിങ്ങൾക്ക് ആവൂല. നമ്മൾ മലയാളികൾ പല കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും ചെയ്യും. പക്ഷെ ഒരു കാര്യം വന്നെങ്കിൽ, നമ്മളെ കേരളത്തിന്റെ കാര്യം വന്നെങ്കിൽ സംഘികൾ ഒഴികെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാണ്. മലയാളികൾ ഒറ്റക്കെട്ടാണ്. അപ്പൊ എന്തായാലും കക്കൂസ് സിനിമയെ വീണ്ടും പഞ്ചായത്ത് കക്കൂസിലേക്ക് പറഞ്ഞേച്ച അശ്വന്ത് കോക്കിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.